നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആരാണെന്ന് അറിയാം. ഇന്നത്തെ വാർത്തകളാണ്. ഇൻഫർമേഷൻ നിങ്ങളെ സ്വാധീനിക്കുന്നതിൽ, നിങ്ങളെ വിജയിക്കാൻ സമ്മതിക്കില്ല, നിങ്ങളുടെ കോൺഫിഡൻസ് കുറയുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ചില കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ ഫാമിലീസ് ആവാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം. അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുവർ ആയിട്ട് നമ്മളിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ സക്സസ് ആവാൻ സമ്മതിക്കാത്തത്, എപ്പോഴും തോൽവിയിലേക്ക് തന്നെ തള്ളി വിടുന്നത്, ലൈഫിൽ കോൺഫിഡൻസ് കിട്ടാത്തത്, അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണങ്ങൾ വഹിക്കുന്നത് ഈ ഇൻഫർമേഷനുകളാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് പത്രം വായിക്കരുത് എന്നുള്ളത്. ഞാനെൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞതാണ്, രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്നും പത്രം വായിക്കരുത്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം പത്രം വായിച്ചത് കൊണ്ട് എന്നുള്ളത്. നിങ്ങളും അത് ചിന്തിക്കാറില്ലേ? പത്രം വായിച്ചാൽ എന്താ, രാവിലെ പത്രം വായിച്ചാലുള്ള പ്രശ്നം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു ഡയറ്റ് കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ? നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ഫുഡ് മാത്രം നമ്മൾ കഴിക്കുന്ന മനുഷ്യരുണ്ട്. ഭാര്യ വലിച്ച് തിന്നുന്നവരുടെ അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് ഡയറ്റ് ചെയ്ത് കഴിക്കുന്നവരുടെ അവസ്ഥ, അവർ കൃത്യമായിട്ട് ഹെൽത്തി മാത്രം കഴിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അതേപോലെ നമ്മുടെ ബ്രെയിനും ഒരു മസിൽസ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇൻഫർമേഷൻ ഡയറ്റ് ചെയ്യണം. നമ്മുടെ മൈൻഡിലേക്ക് എല്ലാ കാര്യങ്ങളും കുത്തിക്കയറ്റാനുള്ളതല്ല, അതിന് കൃത്യമായിട്ട് ഇൻഫർമേറ്റീവായിട്ട് മാത്രമേ ഡയറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ ആ ഒരു ഇൻഫർമേഷനെ നമ്മുടെ ബ്രെയിനിലേക്ക് നൽകാൻ പാടുള്ളൂ. ഈ രാവിലെ എഴുന്നേറ്റ ഉടനെ പത്രം വായിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണ്? ഈ രാവിലെ എന്നുള്ളത് ദാറ്റ്സ് എ പവർഫുൾ ടൈം, നല്ല മികച്ച ഒരു ടൈമാണ്. നമ്മൾ വൈറ്റ് പേപ്പർ പോലെ ആയിരിക്കും. കാരണം നമ്മൾ രാത്രിയിൽ എല്ലാ പണികളും കഴിഞ്ഞ് തലേന്ന് രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ എനർജികളും നമ്മളൊന്ന് റീചാർജബിൾ സിസ്റ്റമായിട്ട് റീചാർജ് ചെയ്തിട്ട് ചാർജായിട്ട് എഴുന്നേൽക്കുന്ന സമയമാണ് രാവിലെ. ആ സമയത്ത് നമ്മുടെ ഒരു വൈറ്റ് പേപ്പർ പോലെ ആയിരിക്കും. അത്രയും പവർഫുൾ ആയിരിക്കും നമ്മുടെ ഓരോ ഡിസിഷനും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അത്രയും പവറൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സമയത്താണ് നിങ്ങൾ ഈ പത്രം വായിക്കുന്നത്. പത്രം, ഈ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങൾ അതിലെന്താ കാണുന്നത്? ഒരുപാട് കൊലപാതകങ്ങൾ അല്ലേ, പിന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല അതിൽ കിടക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മളത് വായിച്ച് ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ മൈൻഡിലേക്കാണ്, ആ ബ്രെയിനിലേക്കാണ് രാവിലെ തന്നെ കയറുന്നത്. പിന്നെ നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും, നമ്മൾ അന്ന് ഒരു 10 മണിയാകുമ്പോൾ ഒരു ചായക്കടയിൽ പോയാൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അന്ന് രാവിലെ പത്രം വായിച്ച ആ ദുരന്തത്തെ കുറിച്ചായിരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ ഒരു 4 ആൾ കൂടുന്ന സന്ദർഭത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ആ ദുരന്തത്തിൽ അല്ലെങ്കിൽ ആ കൊലപാതകത്തെ കുറിച്ചായിരിക്കും. ഇതെവിടുന്ന് വന്നു, ഇതെവിടുന്നാണ് നിങ്ങൾ പോലും അറിയാതെ കയറി വരുന്നത്. കാരണം നമ്മൾ രാവിലെ ചെയ്തത് അതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരിക്കലും പത്രം വായിക്കരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രാവിലെ ചെയ്യുമ്പോൾ, രാവിലെ നമ്മൾ ഏറ്റവും പവർഫുള്ളായ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ, നമ്മുടെ പഠനത്തിന് ആവശ്യമായ, നമ്മുടെ സ്കില്ലിന് ആവശ്യമായ, നമ്മുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് ആവശ്യമായ എന്തെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. കാരണം അതുകൊണ്ടാണ് ഏറ്റവും നല്ല ടൈം ആയതുകൊണ്ടാണ് എല്ലാവരും രാവിലെ നല്ല ക്ലാസ്സുകൾ കേൾക്കണം, ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം, നല്ലത് പഠിക്കണം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ പത്രം വായിക്കണം എന്നല്ല എല്ലാവരും പറയുന്നത്. രാവിലെ പത്രം വായിക്കരുത് എന്ന് തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.